പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഒരു ടി വിയിൽ തന്നെ ഇൻപുട്ട് എന്നുള്ള ഓപ്ഷൻ വഴി നമുക്ക് USB അല്ലെങ്കിൽ AV HDMI അങ്ങനെ ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കണക്ട് ചെയ്യുന്നത് നമ്മുടെ ടി വിയുടെ തന്നെ ഏറ്റവും ബാക്ക് സൈഡിലാണ് നമ്മൾ ഇതൊക്കെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വിശദമായ വിവരങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ടി വി റിമോട്ടിൽ തന്നെ നമ്മുടെ ഇൻപുട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് TV, HDMI, AV, USB അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് കണക്ട് ചെയ്യേണ്ട പോർഷൻ വരുന്നത് ടി വിയുടെ തന്നെ ബാക്ക് സൈഡിലാണ് വരുന്നത്. അവിടെയാണ് നമ്മുടെ ഇത് കണക്ട് ചെയ്യേണ്ട പോർട്ടൊക്കെ വരുന്നത്. അതിൽ HDMI, USB അങ്ങനെ VGA അങ്ങനെ ഒരുപാട് പോർട്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വിശദമായ വിവരങ്ങളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള കുറച്ച് കണക്ഷൻ പോർട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഇതിൽ HDMI, നമുക്ക് എത്തർനെറ്റ്, പിന്നെ USB പോർട്ട്, പിന്നെ കേബിൾ ആൻറ്റിന, പിന്നെ RGB PC എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ VGA ഇൻപുട്ടാണ്. ഓക്കെ, പിന്നെ ഓഡിയോ, ഒപ്റ്റിക്കൽ, പിന്നെ AV പോർട്ട്, ഹെഡ്ഫോൺ ജാക്ക്, ഇതൊക്കെയാണ് നമ്മുടെ ടി വിയുടെ തന്നെ മെയിൻ കണക്ഷൻ പോർട്ട് വരുന്നത്. അതിൽ ആദ്യത്തായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് AV പോർട്ടാണ്. നമുക്ക് ഈ AV പോർട്ട് വഴി തന്നെ നിങ്ങൾക്ക് സെറ്റ് ബോക്സിലും DVD പ്ലെയറിലൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ AV പോർട്ടിൻ്റെ കണക്ഷൻ കേബിൾ വരുമ്പോൾ ഇതുപോലുള്ള കേബിളായിരിക്കും വരുന്നത്. അത് കറക്റ്റ് നമുക്ക് കളേഴ്സ് നോക്കി വേണം നമ്മുടെ ടി വിയിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സെറ്റ് ബോക്സിലോ അല്ലെങ്കിൽ DVD പ്ലെയറിലായിരുന്നാലും ഈ കറക്റ്റ് കളേഴ്സ് നോക്കി തന്നെ നമുക്ക് കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ പിന്നെ നമ്മുടെ സൗണ്ടിലോ അല്ലെങ്കിൽ വീഡിയോസിലോ ചിലപ്പോൾ ചേഞ്ചസ് വരാം. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് കളേഴ്സ് നോക്കി തന്നെ അത് കണക്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം വരുന്ന വേറൊരു ഓപ്ഷനാണ് HDMI. നമ്മുടെ ടി വിയിൽ തന്നെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം HDMIയിൽ തന്നെ നമുക്ക് HDMI 1, 2, ചില ടി വിയിൽ HDMI 3, ചില ടി വിയിൽ HDMI 4 വരെ വരുന്നുണ്ട്. നമുക്ക് HDMI വഴി തന്നെ നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസ്, ഓഡിയോസൊക്കെ തന്നെ നമുക്ക് ഇതുവഴി കാണാനും കേൾക്കാനും പറ്റുന്നതാണ്. ഓക്കെ, HDMIയുടെ തന്നെ വേറൊരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് HDMI ARC എന്നുള്ള ഓപ്ഷൻ. അത് ചില ടി വിയിൽ രണ്ടാമത്തെ പോർഷനായി, ചില ടി വിയിൽ മൂന്നാമത്തെ HDMI പോർട്ടിൽ തന്നെ വരുന്നുണ്ട് ARC എന്നുള്ളത്. നമുക്ക് അതുവഴി തന്നെ ഹോം തിയേറ്റർ, നമുക്ക് HDMI ഓപ്ഷനുള്ള ഒരു ഹോം തിയേറ്ററൊക്കെ ആണെങ്കിൽ തന്നെ ആ ഒരു ക്വാളിറ്റി നമുക്ക് 5.1 ഓഡിയോസൊക്കെ തന്നെ ആ ഒരു ക്വാളിറ്റി തന്നെ നമുക്ക് കേൾക്കണമെങ്കിൽ നമുക്ക് HDMI ARC എന്നുള്ള ഓപ്ഷൻ കണക്ട് ചെയ്ത് തന്നെ നമുക്ക് കേൾക്കണം. ഇനി അടുത്തായി വരുന്ന ഒരു പോർട്ടാണ് നമുക്ക് ഒപ്റ്റിക്കൽ പോർട്ട്. ഈ ഒപ്റ്റിക്കൽ കേബിൾ വഴി തന്നെ നമുക്ക് ഹോം തിയേറ്ററിലേക്ക് തന്നെ അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ഓഡിയോസൊക്കെ നമുക്ക് കേൾക്കാനും പറ്റും. നമുക്ക് ഈ 5.1 ഓഡിയോസൊക്കെ നമുക്ക് ആ ഒരു ക്വാളിറ്റി തന്നെ കേൾക്കണമെങ്കിൽ തന്നെ ഒപ്റ്റിക്കൽ പോർട്ട് വഴി അല്ലെങ്കിൽ HDMIയിൽ തന്നെ ARC കേബിൾ വഴി തന്നെ ആ ഒരു ക്വാളിറ്റി ഓഡിയോസ് നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഹോം തിയേറ്ററിലും ആ ഒരു ഒപ്റ്റിക്കൽ പോർട്ട് അല്ലെങ്കിൽ ARC പോർട്ടും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ക്വാളിറ്റിയിൽ കേൾക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നോർമൽ നമ്മുടെ ബ്ലൂടൂത്ത് വഴിയായിരിക്കും കണക്ട് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അടുത്തായി വരുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് VGA ഇൻപുട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ. അതുവഴി തന്നെ നിങ്ങളുടെ ടി വിയെ തന്നെ ജസ്റ്റ് ഒരു മോണിറ്ററായിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴുള്ള ഏകദേശം പുതിയ ടി വിയിൽ നിന്ന് ഇപ്പം VGA ഇൻപുട്ട് വരുന്നില്ല. ഏകദേശം ഒരു ഈ റീസെൻ്റ്ലി ആയിട്ടുള്ള ഏകദേശം ഒരു ടി വിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം അതിനുശേഷം പല കമ്പനീസും അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടി വിയെ തന്നെ ജസ്റ്റ് ഒരു മോണിറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് VGA ഇൻപുട്ട് വരുന്നത്. ഓക്കെ, അതിനുശേഷം പിന്നെ വരുന്നൊരു മറ്റൊരു കണക്ഷൻ പോർട്ടാണ് നമ്മൾ USB പോർട്ട് വരുന്നത്. അപ്പോൾ USB പോർട്ട് വഴി തന്നെ നമ്മുടെ ഫോട്ടോസ്, വീഡിയോസ്, മ്യൂസിക് ഇതെല്ലാം തന്നെ നമുക്ക് USB-യിൽ സേവ് ചെയ്തിട്ട് നമുക്ക് ആ ടി വിയിലൂടെ തന്നെ നമുക്ക് കാണാനും കേൾക്കാനൊക്കെ പറ്റും. ഓക്കെ, അത്രയും നമുക്ക് എത്ര വലിയ ഫയലായിരുന്നാലും തന്നെ നമുക്ക് USB-യിൽ കോപ്പി ചെയ്ത് നമ്മുടെ ടി വിയിൽ തന്നെ അത് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ഒരു കേബിൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ മുമ്പൊക്കെ കേബിളൊക്കെ ഡയറക്റ്റായിട്ട് ഈ കേബിൾ വഴിയാണ് നമ്മൾ കണക്ട് ചെയ്തിരുന്നത്. നമ്മുടെ ടി വിയിൽ തന്നെ എന്നുള്ള ഒരു ഓപ്ഷൻ വഴിയാണ് കണക്ട് ചെയ്തിരുന്നത്. ഇപ്പോഴത്തെ ടി വിയിൽ നമ്മളുടെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഡയറക്റ്റായിട്ട് ഇപ്പോൾ HDMIയും AV പോർട്ട് വഴിയാണ് നമ്മൾ
കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് ഇപ്പം കേബിൾ ടി വിയിലേക്ക് കണക്ട് ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. എങ്കിലും നമ്മുടെ പുതിയ ടി വിയിലും ഈ ഒരു പോർട്ട് ഇപ്പോൾ വരുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം വരുന്ന മറ്റൊരു പോർട്ടാണ് ഹെഡ്ഫോൺ എന്നുള്ളൊരു പോർട്ട് വരുന്നത്. അത് നിങ്ങളുടെ നോർമൽ ഹോം തിയേറ്ററിലേക്ക് കണക്ട് ചെയ്ത് അതിൻ്റെ ടി വിയുടെ തന്നെ സൗണ്ട് ഔട്ട്പുട്ട് നിങ്ങൾക്ക് അതുവഴി തന്നെ കേൾക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതിനുശേഷം വരുന്ന മറ്റൊരു പോർട്ടാണ് എതർനെറ്റ് എന്നുള്ളൊരു പോർട്ട് വരുന്നുണ്ട്. അതിൽ നിങ്ങളുടെ വയേർഡ് നെറ്റൊക്കെ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ അത്യാവശ്യം നല്ല നോർമൽ വൈഫൈക്കാലും അത്യാവശ്യം നല്ല അതിൻ്റെ ഡബിളായിട്ടുള്ള സ്പീഡിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുമല്ല, നിങ്ങൾക്ക് വേറൊരു നെറ്റ്വർക്ക് പ്രോബ്ലം ഒന്നും വരുന്നില്ല ഈ വയേർഡ് നെറ്റ് വഴി കണക്ട് ചെയ്യുമ്പോൾ തന്നെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ടി വിയിൽ വരുന്ന മെയിനായിട്ടുള്ള കണക്ഷൻ പോർട്ടുകൾ. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെ കാര്യത്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. തുടർന്നുള്ള വീഡിയോസുകൾ ദയവായി വാച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു.